ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് വലിയ നോമ്പിൻ്റെ 2026 37 പ്രഭാതത്തിനായി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്നത്തെ നമ്മുടെ ധ്യാനചിന്ത ഒബദ്യായുടെ പുസ്തകം 1-ാം അധ്യായം 15-ാം തിരുവചനം. ബൈബിൾ കയ്യിലെടുക്കാം, ചേർന്ന് വായിക്കാം. നീ പ്രവർത്തിച്ചതുപോലെ നിന്നോടും പ്രവർത്തിക്കും, നിന്റെ പ്രവർത്തികൾ നിന്റെ തന്നെ തലയിൽ നിപതിക്കും. ഇത് പാപത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. പാപം ചെയ്യുന്ന വ്യക്തിയെ പാപമാണ് ശിക്ഷിക്കുന്ന എന്നുള്ള ഒരു വലിയ ബോധ്യമാണ് ഇവിടെ നാം പഠിക്കുന്നത്. എന്നാൽ സാത്താൻ നമ്മളെ പഠിപ്പിക്കുന്നതും സാത്താൻ്റെ വലിയ തന്ത്രവുമാണ് പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവം കോപിക്കുന്നു, ദൈവം നമ്മെ ശിക്ഷിക്കുന്നു. ഈ സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം സ്നേഹമാകുന്നു എന്നുള്ള വചനത്തെ സാത്താൻ ഖണ്ഡിക്കാനായിട്ടാണ് അത്തരത്തിലുള്ള ബോധ്യങ്ങൾ. പാപം ചെയ്യുന്ന വ്യക്തിയെ ദൈവം ആ ക്രോധം, ശിക്ഷ നടപ്പാക്കി എന്നുള്ള വലിയ സാത്താൻ്റെ ബോധ്യം കൊണ്ട് നമ്മളെ നിറച്ചിട്ട് ദൈവസ്നേഹത്തെ, അതിൻ്റെ ആ വചനത്തിൻ്റെ ശക്തിയും അഭിഷേകവും സാത്താൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തെ തകിടം മറിച്ച് നാശകോശമാക്കി നമ്മുടെ ആത്മീയതയെ തകർത്ത് തരിപ്പണമാക്കി കളയുകയാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് പാപം ചെയ്യുന്ന വ്യക്തി അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ നാശത്തിന്, അവൻ്റെ അധപതനത്തിന്, അവൻ്റെ മൂല്യച്യുതിക്ക്, അവൻ്റെ ആത്മീയതയുടെയും ഭൗതികതയുടെയും തകർച്ചയുടെ പിന്നിൽ അവൻ്റെ പാപം തന്നെയാണ് കാരണം, അല്ലാണ്ട് ദൈവകോപമല്ല. ദൈവം സ്നേഹമാണ്. അതുകൊണ്ടാണ് ആദിയിൽ ആദം ഹൗവ ദമ്പതികൾ പാപം ചെയ്തപ്പോഴും ദൈവമായ കർത്താവ് അവരെ നെറ്റിയിൽ മുദ്ര വെച്ച് അനുഗ്രഹിച്ചു വിടുകയാണ്. കായേൻ, ഹാബേൽ അവർ പാപം ചെയ്തതിന് ശേഷം ഹാബേലിൻ്റെ രക്തം നിലവിളിക്കും. അപ്പോൾ പാപം ചെയ്തതിന് ശിക്ഷ ഉണ്ടാകുന്നുണ്ടെങ്കിലും കായേനെ അനുഗ്രഹിച്ചു വിടുകയാണ്. അപ്പോൾ ദൈവം സ്നേഹമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ട് സാത്താൻ തരികയാണ്. സാത്താൻ്റെ ബോധ്യങ്ങളാണ്, സാത്താൻ്റെ ചില പഠിപ്പിക്കലുകൾ തന്നെയാണ് ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാണ് എന്നുള്ളത്. അതുകൊണ്ട് സഹോദര സഹോദരി, നമുക്കറിയാം, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും, ഇരുമ്പ് തുരുമ്പ് തിന്നും, ഫുർഡാൻ എന്ന് പറയുന്ന പോയിസൺ അത് കഴിച്ചാൽ മരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പാപം ചെയ്യുന്ന വ്യക്തിയെ പാപം തന്നെയാണ് നശിപ്പിക്കുക. അതുകൊണ്ട് സഹോദര സഹോദരി, ഇതാ നമുക്കൊരു തിരിച്ചറിവും സ്വബോധവും ഉണ്ടാകണം. അതിന് പരിശുദ്ധാത്മാവ് ഈ നോമ്പ് ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി അനുതപിച്ച് പശ്ചാത്തപിച്ച് ദൈവസ്നേഹത്തിൻ്റെ അരൂപിയാൻ നിറയാൻ കവിയാൻ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർ കുടിലിൽ ജയ്മോനച്ചൻ.